नमस्ते बच्चों, എല്ലാവരും സുഖമായിരിക്കുന്നോ? आज की कक्षा में आप सबको मैं स्वागत करती हूँ। बच्चों, आज हम हमारे पाठ्यक्रम में रखी गई एक छोटी सी कविता है जिसका नाम है अकाल और उसके बाद। क्या है? अकाल और उसके बाद। ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു സുന്ദരമായ കവിതയാണ്. അതിൻ്റെ പേരെന്താണ്? അകാൽ ഓർ ഉസ്കെ ബാദ്. वो നാഗാർജുൻ की कविता है. നാഗാർജുൻ ആണ് ഈ കവിത എഴുതിയത്. കവിതയുടെ പേരെന്താണ്? अकाल और उसके बाद. बच्चों, आज हम तीसरी इकाई में प्रवेश कर रहे हैं. 10वीं कक्षा की पाठ्य पुस्तक की तीसरी इकाई में हम प्रवेश कर रहे हैं. നമുക്കിന്ന് മൂന്നാമത്തെ യൂണിറ്റാണ് പഠിക്കാനുള്ളത്. बच्चों, तीसरी इकाई की शुरुआत में एक चित्र दिया गया है. മൂന്നാമത്തെ യൂണിറ്റിൽ ആദ്യത്തെ പേജിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? बताइए बच्चों, ये चित्र हमें क्या कहते हैं, क्या बता रहे हैं? ഈ ചിത്രം നോക്കി, ഈ ചിത്രം നമ്മോട് എന്താണ് പറയുന്നത്? ധ്യാൻ സേ ദേഖിയേ ബച്ചോ. എല്ലാവരും ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ആരൊക്കെ ഉണ്ട് അതിൽ? എല്ലാവരും നോക്കണേ. ബച്ചോ, ക്യാ ക്യാ ഹേ ദേഖ് ലിയാ? एक तोता है, एक हिरण है, मछली है, सांप है, और क्या है? पेड़ पौधे हैं, और क्या है? नदी है. ये सब है. ഇതെല്ലാം ഉണ്ട് അല്ലേ? ചിത്രത്തിൽ നോക്കിയേ നിങ്ങൾ. बच्चों, इस चित्र के नीचे क्या लिखा है? देखिए. देखना. हर एक सभी के लिए, सब हर एक के लिए. सुने प्रकृति की पुकार, यही लिखा है. ഇതാണ് ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. इसमें पहला पंक्ति में क्या लिखा है? हर एक सभी के लिए है और सब हर एक के लिए है. इसका मतलब क्या है? എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ്. ഇത് നമ്മളെല്ലാവരും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ് കാണിക്കുന്നത്. बच्चों, सुने प्रकृति की पुकार. पुकार मतलब क्या है? पुकार माने കോൾ, വിളി. പ്രകൃതിയും ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. ഇതേ ആശയം തന്നെയാണ് പ്രകൃതി നമ്മോട് പറയുന്നത് അല്ലേ? പ്രകൃതിയെ കൂടാതെ ജീവജാലങ്ങൾക്കും മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിയുമില്ല. ഈ ആശയമാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ബച്ചോ, ആപ് ജരാ യേ വീഡിയോ ദേഖേ, ധ്യാൻ സേ ദേഖ്ന. ठीक है, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ വീഡിയോയിൽ എന്താണുള്ളതെന്ന്. നാം എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. ഏറ്റവും ചെറിയ ജീവികൾ മുതൽ നീലത്തിമിംഗലം വരെ വേറിട്ട അവസ്ഥകളിലൂടെ ഇവിടെ കഴിയുന്നു. പരസ്പരം പൂരിതമായ, പരസ്പരം ബന്ധിതമായ ഒരാവാസ വ്യവസ്ഥയാണ് ഭൂമിയിലുള്ളത്. ഒരു ഭാഗത്ത് സംഭവിക്കുന്ന വിള്ളൽ ചങ്ങല കണ്ണിയെ താറുമാറാക്കുന്നു. ഈ ഭൂമിയിലെ പച്ചപ്പ് സമസ്ത ജീവജാലങ്ങൾക്കും ഒരുപോലെ അനുഭവിക്കാനുള്ളതാണ്. ഈ പച്ചപ്പ് ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ അതിനെ തൊട്ടറിയണം. മണ്ണിനെ അറിഞ്ഞ് അവൻ വളരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തെ നെഞ്ചോട് ചേർക്കണം. ആ നന്മയിലേക്കെത്തുവാൻ നമുക്കും ആകട്ടെ എന്ന പ്രാർത്ഥന. बच्चों, ये वीडियो देख लिया? वीडियो देखने से आपको क्या समझ में आ गया? വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രകൃതി की रक्षा हमारी सुरक्षा और प्रकृति की नाश हमारी विनाश. അതെ, പ്രകൃതിയെ രക്ഷിച്ചാൽ നമുക്കും സുരക്ഷിതരായിരിക്കും, നാമും സുരക്ഷിതരായിരിക്കും അല്ലേ? അതുപോലെ പ്രകൃതി നശിച്ചു പോയാൽ നമുക്കും നാശം സംഭവിക്കും. ഇതാണ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അല്ലേ? കൂട്ടുകാരെ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇതുപോലെ
ബന്ധപ്പെടുത്തുന്ന പല സന്ദേശവാക്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, പറയാൻ പറ്റുമല്ലോ. അതുപയോഗിച്ച് നിങ്ങൾ പോസ്റ്റർ കൂടി തയ്യാറാക്കണേ. എല്ലാവരും തയ്യാറാക്കുമല്ലോ. अब मैं इस कविता को एक बार सुनाती हूँ पहले, इसके बाद उसकी अर्थ या स्पष्टीकरण भी बताती हूँ. ठीक है? हाँ, ആദ്യം നമുക്ക് ഈ കവിതയൊന്ന് കേൾക്കാം. പിന്നെ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ടിപ്പണി ഇതെല്ലാം നമുക്ക് എഴുതണം. എല്ലാവരും റെഡിയല്ലേ കവിത കേൾക്കാൻ? अकाल और उसके बाद. नागार्जुन. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उसके पास. कई दिनों तक लगी भीत पर चिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उठी घर भर की आंखें कई दिनों के बाद. कौवे ने खुजलाई पांखें कई दिनों के बाद. बच्चों, कविता सुन लिया? सबको पसंद आ गया? कविता का नाम क्या है? हाँ बताना. अकाल और उसके बाद. और कवि कौन है? कवि का नाम है नागार्जुन. हाँ, കവിതയുടെ പേര് അക്കാൽ ഓർ ഉസ്കെ ബാദ്. കവി ആരാണ്? नागार्जुन अल्ले. नागार्जुन कौन है? नागार्जुन हिंदी के प्रसिद्ध साहित्यकार है. हाँ, നാഗാർജുനൻ ജനജീവിതവും പ്രകൃതിയും രാഷ്ട്രീയവും ഒക്കെ തൻ്റെ കവിതയ്ക്ക് വിഷയമാക്കി തീർത്തിട്ടുണ്ട്. കവിതകളിൽ ഇതൊക്കെയാണ് വിഷയമായിട്ട് വന്നിട്ടുള്ളത്. नागार्जुन ने राजनीति, प्रकृति आदि विषयों को अपनी रचनाओं की मुख्य विषय बना रखा है. ഇതൊക്കെയാണ് തൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് തൻ്റെ കവിതകളിലെ വിഷയങ്ങൾ. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് കവിത മുമ്പോട്ട് പഠിക്കാം. बच्चों, कविता का नाम क्या है? हाँ बताना. अकाल और उसके बाद. हाँ, ये अकाल मतलब क्या है? अकाल का मतलब, അക്കാൽ എന്ന് വെച്ചാൽ എന്താണ്? അക്കാൽ മാനെ ക്ഷാമം, ഫാമിൻ അല്ലേ? നമുക്ക് ഇനി ഒരു വീഡിയോ കാണാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. ഒന്നാലോചിച്ചു നോക്കൂ കൂട്ടുകാരെ, ആഹാരവും ശുദ്ധജലവും കിട്ടാതിരുന്നാൽ എത്ര ഭീകരമാവും നമ്മുടെ അവസ്ഥ. ഇത്തരത്തിൽ ദീർഘനാൾ ഇവ ലഭിക്കാതിരിക്കുമ്പോൾ ക്ഷാമം സംഭവിക്കുന്നു. നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഭൂമുഖത്ത് അവ ലഭിക്കാത്തവർ വേറെ എത്ര പേർ ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. വരൾച്ചയും വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും വ്യാപകമായ കൃഷിനാശവും യുദ്ധക്കെടുതികളുമൊക്കെ ക്ഷാമത്തിന് കാരണമാകുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ക്ഷാമം, ഒറീസ ക്ഷാമം, ബീഹാർ ക്ഷാമം, ബംഗാൾ ക്ഷാമം എന്നിവ അവയിൽ ചിലതാണ്. എരിതീയിൽ എണ്ണ പോലെ ഈ സമയത്ത് സാംക്രമിക രോഗങ്ങൾ സ്ഥിതി അതീവ ഗുരുതരമാക്കുന്നു. ക്ഷാമത്തിൻ്റെ തിക്തഫലങ്ങൾ സമസ്ത ജീവജാലങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്നു. 1980കളിൽ എത്യോപ്യയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായ ക്ഷാമത്തിൻ്റെ ഭീകരത എത്രമാത്രം ആയിരുന്നുവെന്ന് തിരിച്ചറിയണം. बच्चों, ये अकाल क्या है? अर्थ आपको समझ में आ गया. ഇനി ഈ ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ്? खाद्य वस्तुओं, पानी आदि की कमी से जीव जंतु पीड़ित होता है. ये है अकाल. അതായത് നമുക്ക് കഴിക്കാൻ വസ്തുക്കൾ കിട്ടത്തില്ല, വെള്ളം ലഭിക്കത്തില്ല. ഇവയാലെല്ലാം ജീവജന്തുക്കളും വൃക്ഷങ്ങളും മനുഷ്യനും എല്ലാം വളരെ കഷ്ടപ്പെടും. ഇതാണ്
ക്ഷാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ബച്ചോ ആപ് സോച്ച് കർ ബതായിയേ കി അകാൽ की कारण क्या होता है और अकाल जैसे हालत क्यों हो रहे हैं क्यों होती है? ഇതിൻ്റെ കാരണം എന്തായിരിക്കും ഈ ക്ഷാമം വരാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും. പ്രകൃതി കാ ശോഷൺ കർനെ സെ और प्राकृतिक विपत्तियों से, पानी की कमी से, फसलों की असफलता से, ये सब कारण है. अकाल होने के कारण ये सब है ना? ഇനിയുമുണ്ട് പല കാരണങ്ങൾ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, അതായത് പ്രകൃതിയെ ഒരു നിയന്ത്രണമില്ലാതെ പ്രകൃതിയെ എല്ലാവരും ചൂഷണം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള വിപത്തുകൾക്ക് കാരണം. അതുകൊണ്ട് നാം എല്ലാവരും എന്ത് ചെയ്യണം? നാം ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉള്ളവരായി തീരണം. എല്ലാവരും തീരുമല്ലോ. तो बच्चों अकाल का क्या परिणाम होता है? सारे जीव जंतु भूखे मरने रहते हैं, है ना? എല്ലാവരും ആഹാരമില്ലാതെ വിശന്ന് മരിക്കും അല്ലേ? ഇതായിരിക്കും ഇതുകൊണ്ടുള്ള പ്രധാന വിപത്ത്. കുട്ടികളെ, സമസ്ത ജീവജാലങ്ങളും ക്ഷാമത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ജീവജാലങ്ങൾ മാത്രമാണോ ഇതിന് ഇരയായിത്തീരുന്നത്? ഇത് നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. ഈ കവിതയിലൂടെ നമുക്ക് കാണാം എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന് ഇരയായി തീരുന്നതെന്ന്. बच्चों हम अभी कविता का 4 पंक्तियाँ अभी सुनेंगे, ठीक है? कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी भीत पर चिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. बच्चों कविता का नाम क्या है बताना? അക്കാൽ ഓർ ഉസ്കെ ബാദ്, ഹെന? ഇതിൽ 2 ഭാഗങ്ങളുണ്ട് ഈ കവിതയിൽ അല്ലേ? പഹല ഭാഗ് കോൻസാ ഹേ? അക്കാൽ, ഹെന? और दूसरा भाग कौन सा है? उसके बाद. ക്ഷാമവും അതിന് ശേഷവും അല്ലേ? അങ്ങനെ 2 ഭാഗമായിട്ടാണ് ഈ കവിത തന്നിരിക്കുന്നത്. दूसरा भाग कौन सा है? उसके बाद, अर्थात अकाल के बाद, അതായത് ക്ഷാമത്തിന് ശേഷം. तो कविता की पहली 4 पंक्तियाँ किससे संबंधित है? अकाल से. और आगे की 4 पंक्तियाँ किससे संबंधित होगा? और अकाल के बाद से, है ना? കവിതയിലെ ആദ്യത്തെ 4 വരികൾ ക്ഷാമത്തെ പറ്റി, അതിനുശേഷമുള്ള 4 വരികൾ അതിന് ശേഷമുള്ള 4 വരികളുണ്ടല്ലോ, അത് ക്ഷാമത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी भीत पर चिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. കവിത ശ്രദ്ധിച്ചു കേട്ടോ എല്ലാവരും? ഇവിടെ 4 വരിയിലും ഒരുപോലെ ആവർത്തിച്ച് വരുന്ന ചില പദങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ठीक है, കൈ ദിനോ തക്, ഹെന? ആ പദങ്ങളാണ് 4 വരിയിലും ആവർത്തിച്ച് വരുന്നത്. 4 വരികളുടെയും തുടക്കം ഇത് തന്നെയല്ലേ? ക്യാ ഹേ? തുടക്കം എന്താണ്? കൈ ദിനോ തക്. इसका संकल्प क्या है?
അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്? അകാൽ തോടെ ദിൻ ബനെ രഹേഗ ഹെന, കൈ ദിൻ തക് ഹൊയ് രഹേഗ ഹെന. കുറേ ദിവസം ഈ ക്ഷാമത്തിൻ്റെ പ്രഭാവം നിലനിൽക്കും. ഇതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास. इसमें चूल्हा क्या मतलब क्या है? चूल्हा क्या है? അടുപ്പ്. അടുപ്പ്, അതാണ് ചൂള എന്ന വാക്കിൻ്റെ അർത്ഥം. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास. ആപ് ചക്കി ശബ്ദ് കൈ സുനാ ഹേ, കേട്ടിട്ടുണ്ടോ? ചക്കി എന്നാൽ എന്താണ്? തിരികല്ല് അല്ലേ? ഗ്രൈൻഡിങ് മെഷീൻ, തിരികല്ല്, അതാണ് ചക്കി. അതിൻ്റെ പടം നോക്കിയേ. കൈ ദിനോं तक चूल्हा रोया, इसका क्या तात्पर्य है? ഇതിൻ്റെ അർത്ഥം എന്താണ്? കൈ ദിനോं तक चूल्हा ठंडा पड़ा है. അടുപ്പിൽ ചൂടൊന്നുമില്ല, തണുത്താണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അടുപ്പ് കത്തുന്നില്ല അല്ലേ? അടുപ്പ് ആരും കത്തിക്കുന്നില്ല, അതാണ് അർത്ഥം. ക്യോങ്കി കൈ ദിനോं तक घर में कोई खाने खाकी सामग्री नहीं है. വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്നതിന്, അടുപ്പ് കത്തിക്കുന്നതിന് ആവശ്യമായി ആഹാര വസ്തുക്കളൊന്നും തന്നെ ഇല്ല, അതാണ് കാരണം. അതുകൊണ്ട് തന്നെ അടുപ്പ് കരയുന്നതായി തോന്നുകയാണ് അല്ലേ? ചക്കി രഹി ഉദാസ് ऐसे क्यों लगते हैं? कई दिनों तक चक्की में पीसने के लिए कोई अनाज नहीं है. തിരികല്ലിൽ പൊടിക്കാൻ വേണ്ടി ആഹാരവസ്തുക്കൾ, അതായത് ധാന്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഉദാസമായിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ല, ഒന്നും അതിനകത്ത് ചെയ്യുന്നില്ല. അങ്ങനെയായിപ്പോയി തിരികല്ല് കുറേ ദിവസമായിട്ട്. ഇവിടെ പൊടിക്കുവാനായി ധാന്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് എത്ര പ്രതീകാത്മകമായിട്ടാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? ബച്ചോ, ഇസ് കവിതാ की पहली पंक्तियों में भी कौन कौन सी वस्तुओं की वर्णन कर रहे हैं? ഏതൊക്കെ വസ്തുക്കളെക്കുറിച്ചാണ് ആദ്യത്തെ 2 വരികളിൽ ജീവനില്ലാത്ത 2 വസ്തുക്കളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഏതൊക്കെയാണ്? ബതാന, ചൂള और चक्की है ना. इन 2 निर्जीव वस्तुओं से कवि किनकी ओर संकेत करता है? समस्त जीव जंतुओं पर है ना. കുട്ടികളെ, ഈ 2 നിർജീവ വസ്തുക്കളിലൂടെ കവി അവിടുത്തെ ദയനീയമായ അവസ്ഥ നമ്മോട് വിവരിക്കുകയാണ്. വീടുകളിലൊന്നും കഴിക്കാൻ യാതൊന്നുമില്ല, പൊടിക്കാൻ 1 മണി ധാന്യം പോലുമില്ല അല്ലേ? അതാണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ. കൈ ദിനോं तक कानी कुतिया सोई उनके पास. ये कुतिया क्या है? कुतिया का मतलब क्या है? देखिए, ये है कुतिया. कुतिया माने बिच, പെൺപട്ടി, അതാണ് കുത്തിയ. बच्चों, एक कानी कुतिया में विशेषण शब्द क्या है? बताना. हमने पहले सिखाया ना विशेषण शब्द. कानी कुतिया में विशेषण शब्द कानी है. कानी का मतलब क्या है? क्या है? एक आँख वाली, ഒരു കണ്ണില്ലാത്ത, അതാണ് കാനി എന്നാൽ അർത്ഥം. ഒരു കണ്ണില്ലാത്ത ഒരു പെൺപട്ടിയായിരുന്നു അത്. तो कई दिनों तक चूल्हा और चक्की के पास कानी कुतिया सोई पड़ी है. इसका मतलब क्या है? देखें. क्योंकि कानी कुतिया को भी खाने के लिए वहाँ कुछ भी नहीं है. അതാണ് കാരണം അല്ലേ? എന്താണ്? കുറേ ദിവസമായിട്ട് ആ അടുപ്പിൻ്റെയും തിരികല്ലിൻ്റെയും അടുത്തായിട്ട് ആ കണ്ണ് കാണാൻ വയ്യാത്ത പെൺപട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അതിന് കാരണം എന്താണ്? അതിനും കുറേ ദിവസമായിട്ട് കഴിക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല, അതാണ് കാരണമല്ലേ? ഒരു പക്ഷേ അത് അടുപ്പിൻ്റെയും തിരികല്ലിൻ്റെയും അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കിടക്കുന്നത്. बच्चों, आपको एक
प्रश्न पूछूं? हाँ, झूले का रोना और चक्की का उदास होना, इसका मतलब क्या है? क्योंकि घर में खाने के लिए कुछ भी नहीं है। कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त। बच्चों, इधर भीत का मतलब क्या है? हाँ, भीत माने वॉल, भित्ती। हाँ, और छिपकली, छिपकली का अर्थ आप जानते हैं क्या है? ये है छिपकलियाँ। हाँ, छिपकली माने लिसार्ड, പല്ലി. ഗസ്ത് രഹന മാനെ ക്യാ ഹേ? ആ, റോന്ത് ചുറ്റുക. ആ, പല്ലികൾ കുറച്ച് ദിവസമായിട്ട് ഭിത്തിയിലൂടെ എല്ലാം ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നു. അതിന് കാരണവും എന്തായിരിക്കും? ബച്ചോ, ചിപ്കലിയോ കൈ ദിനോ സേ ഗസ്ത് ക്യോ ലഗി രഹി ഹേ? ആ, എന്തായിരിക്കും ഇങ്ങനെ പല്ലികളെല്ലാം ചുമലിൽ കൂടെ നടക്കാൻ കാരണം എന്തായിരിക്കും? ക്യോങ്കി കൈ ദിനോ സേ ഉസ്കോ ഭി ഖാനെ കെ ലിയെ കുച്ച് ഭി നഹി മിൽ രേ. ആ, അതിനും ഒന്നും ലഭിക്കുന്നില്ല കഴിക്കാൻ വേണ്ടി. അതല്ലേ കാരണം? കുട്ടികളെ, വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വന്നണയുന്ന ചെറു പ്രാണികളെയാണ് പല്ലികൾ ഭക്ഷിക്കുന്നത് അല്ലേ? ആ, അപ്പോൾ പല്ലികൾക്ക് ഭക്ഷിക്കാൻ ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരു പക്ഷേ വീടുകളിൽ വിളക്കുകൾ പോലും തെളിയുന്നില്ലായിരിക്കും. അതായിരിക്കും കാരണം. ബച്ചോ, ഹാലത്ത് ഇസ്കാ മത്ലബ് ക്യാ ഹേ? ഹാ, ഹാലത്ത് മത്ലബ് കണ്ടീഷൻ, അവസ്ഥ. ഒരു വാക്കുകൂടുണ്ട്, അതേതാണെന്നറിയാമോ? ഹാ, ശിക്കസ്ത്. ശിക്കസ്ത് മാനെ പരാജയ്. ഹാ, ഡിഫീറ്റ്. ഇതാണ് ശിക്കസ്തിൻ്റെ അർത്ഥം. ബച്ചോ, കൈ ദിനോ തക് ചൂओं की हालत कैसी रही है? हाँ, चूहों की हालत कई दिनों तक बुरी रही है. बुरी हालत है ना? क्योंकि चूहों को भी खाने के लिए वहाँ कुछ भी नहीं है. ആ, എലികൾക്ക് പോലും ഭക്ഷിക്കാൻ അവിടെ ഒന്നും കിട്ടുന്നില്ല. അതാണ് കാരണം. കുട്ടികളെ, വീടുകളിൽ നിന്നോ കൃഷിസ്ഥലത്ത് നിന്നോ എലികൾക്ക് ഒരു മണി ധാന്യം പോലും കിട്ടുന്നില്ല. ആ അവസ്ഥയിലാണ് എലികളും ഇപ്പോൾ. ബച്ചോ, वास्तव में कवि यहाँ किस स्थिति का वर्णन करते हैं? यहाँ कवि अकाल का भीषण स्थिति का वर्णन करते हैं. അതേ കുട്ടികളെ, ഇവിടെ കവി ക്ഷാമകാലത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ബച്ചോ, ആപ് സബ് കവിത एक बार और सुनिए. अकाल और उसके बाद. नागार्जुन. कई दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उसके पास. कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आए घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उठी घर भर की आंखें कई दिनों के बाद. कौवे ने खुजलाई पाँखें कई दिनों के बाद. കുട്ടികളെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക്ഷീറ്റ് തരാം. അതെല്ലാവരും ചെയ്യണേ. കാര്യപത്രിക 1, ഒന്നാമത്തെ വർക്ക്ഷീറ്റ്. ചിത്ര പഹചാനെ. താഴെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവയുടെ ആ ചിത്രത്തിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തി ആ വാക്ക് ഇവിടെ എഴുതണം.
കാര്യപത്രിക 2 സഹി മിലാൻ കരെ. താഴെ 3 ബോക്സുകളുണ്ട്. അതിൽ വാക്കുകളുടെ അർത്ഥം മലയാളത്തിലും ഇംഗ്ലീഷിലും തന്നിട്ടുണ്ട്. അതിന് താഴെ കോളം പൂരിപ്പിക്കാനുണ്ട്. ആ കോളത്തിൽ ശരിയായവ വാക്കുകളുടെ അർത്ഥം ശരിയായി നോക്കി എഴുതണേ എല്ലാവരും. കാര്യപത്രിക 3 संबंध पहचाने और सही मिलान करें. हाँ, चूला. चूला क्या करते हैं अपनी कविता में? रोया. चूला रोया. അതുപോലെ ബാക്കിയുള്ളതും ശരിയായത് നോക്കി എഴുതണം എല്ലാവരും. കാര്യപത്രിക 4 നാലാമത്തെ വർക്ക്ഷീറ്റ്. കോഷ്ടക് സേ സഹി ഉത്തർ ചുൻകർ ലിഖോ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനാണ്. 2 ഉത്തരം 3 ഉത്തരമൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ശരി ഏതെന്ന് നോക്കി എല്ലാവരും എഴുതണം. അഗലി കക്ഷാ മേം ഫിർ മിലേംഗെ. ധന്യവാദ് ബച്ചോ.